ഹായ് മക്കളെ, +1 ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ്? ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടാണോ അഡ്മിഷൻ എടുക്കേണ്ടത്, അതോ പെർമനന്റ്ലി ആണോ അഡ്മിഷൻ എടുക്കേണ്ടത്? സപ്പോസ് ഞങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റുകളിൽ സ്കൂൾ ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ കയ്യിൽ കരുതേണ്ടത്? ഇങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാവും. ഇവയ്ക്കെല്ലാം ഉള്ള ഉത്തരവായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഓരോരോ സംശയങ്ങൾ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ +1 അഡ്മിഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെന്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു സ്കൂൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനെ പറ്റിയും ആലോചിക്കാതെ ആ സ്കൂളിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അത് നിങ്ങൾ നമ്മുടെ അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആദ്യത്തെ സ്കൂളാണ്, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് സ്ഥിരമായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. പെർമനന്റ്ലി ആണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഉറപ്പായും ഫീസ് പേയ്മെന്റ് ചെയ്ത് സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സപ്പോസ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങൾ 3-മതോ 4-മതോ 5-മതോ പ്രയോറിറ്റി കൊടുത്ത, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയ ഒരു സ്കൂളാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ സ്ഥിരമായി പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ആ ടെമ്പററി ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെന്റുകളിലെല്ലാം നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു കുട്ടി ഫസ്റ്റ് അലോട്ട്മെന്റിൽ സ്കൂളുകൾ ലഭിച്ചിട്ടും അലോട്ട്മെന്റിൽ പോയിട്ട് സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാത്ത കുട്ടിയാണെങ്കിൽ അത് വലിയൊരു പണിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം പിന്നെ നിങ്ങൾക്ക് തുറന്നുള്ള ഒരു അലോട്ട്മെന്റുകളിലും നിങ്ങളെ പരിഗണിക്കുകയില്ല. നിങ്ങളുടെ +1 അഡ്മിഷൻ തന്നെ താറുമാറാവാൻ അത് വലിയ സാധ്യതയാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളാണെങ്കിലും ഇഷ്ടമല്ലാത്ത സ്കൂളാണെങ്കിലും ഉറപ്പായും ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറേ എനിക്ക് അലോട്ട്മെന്റിൽ ഒരു സ്കൂളും തന്നെ ലഭിച്ചിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. ഫസ്റ്റ് അലോട്ട്മെന്റ് മാത്രമേ തീർന്നിട്ടുള്ളൂ. സെക്കൻഡ് അലോട്ട്മെന്റ് ഈ വരുന്ന ജൂൺ 10 വരും. അതിനെ തുടർന്ന് തേർഡ് അലോട്ട്മെന്റും സപ്ലിമെന്ററി അലോട്ട്മെന്റും എല്ലാം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന് ഉറപ്പായും നിങ്ങൾക്ക് സീറ്റുകൾ ലഭിക്കുന്നതാണ്. ഒരു ടെൻഷനും ഒരു കൺഫ്യൂഷൻസും നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വേണ്ട. അടുത്തൊരു കാര്യം, പല കുട്ടികളുടെയും അടുത്തൊരു കൺസേൺ എന്ന് പറഞ്ഞു വെച്ചാൽ, സാർ ഈ പറയുന്ന അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീഡിങ്സിൽ ഞങ്ങൾ എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത്? മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ അലോട്ട്മെന്റ് ലെറ്റർ ആണ്. അത് നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അലോട്ട്മെന്റ് ലെറ്റർ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ SSLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ TC കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ സ്വഭാവ സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ കരുതണം. അപ്പോൾ പലരുടെയും അടുത്തൊരു സംശയം, സാർ ഞാൻ ടെമ്പററി ആയിട്ട് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒറിജിനൽ ആണോ സബ്മിറ്റ് ചെയ്യേണ്ടത്? തീർച്ചയായും ഈ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഒറിജിനൽ തന്നെയാണ് നിങ്ങൾ അവിടെ പോയി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിന് പുറമെ നിങ്ങൾക്ക് അഡീഷണലി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട്, സർട്ടൻ ക്ലബ്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, കലോത്സവം ഉണ്ട്, അങ്ങനെയുള്ള അഡീഷണൽ ആക്ടിവിറ്റീസ്, ഗ്രേസ് പോയിന്റുകൾ എന്തെങ്കിലും അവാർഡഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടി സർട്ടിഫിക്കറ്റുകൾ കൂടി നിങ്ങൾ അവിടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സമർപ്പിക്കേണ്ടതാണ്, കൊടുക്കേണ്ടതാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. റൈറ്റ്? സോ ഇതൊക്കെയാണ് നമ്മുടെ അലോട്ട്മെന്റിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ മക്കളെ, നിങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ ഗംഭീരമായിട്ട് +1 പഠിച്ചു തുടങ്ങുക. അടിപൊളിയായിട്ട് പഠിക്കുക. സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണെങ്കിൽ ഒട്ടും തന്നെ ലേറ്റ് ആയിട്ടില്ല. ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിലെ ക്ലാസ്സുകളെല്ലാം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ചാപ്റ്റേഴ്സ് എല്ലാ സബ്ജക്റ്റുകളുടെയും നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇനിയും വൈകിക്കൂടാ. ജൂൺ 18 ക്ലാസ്സുകൾ തുടങ്ങുന്നത്. എന്നാൽ പോലും നമ്മൾ അതിന് മുന്നോടിയായി തന്നെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഏറ്റവും ചുരുങ്ങിയത് ഒരു ചാപ്റ്ററെങ്കിലും പഠിച്ചിട്ടാവണം ക്ലാസ് മുറികളിലോട്ട് കയറി ചെല്ലാൻ. സോ അതിനാൽ തന്നെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മറ്റൊന്നിനെ പറ്റിയും ആലോചിക്കാതെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഗംഭീരമായിട്ട് +1 നമുക്ക് തകർക്കാം. സൈലം കൂടെയുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. ഉഷാറാക്കാം.